ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിപിൻ. കുറച്ചേറെ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വ്ളോഗ് തുടങ്ങണമെന്ന്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം ചാനലുകൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് എനിക്കും ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയത്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാവൽ വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു തോട്ട് വരുന്നത്. എന്തായാലും തുടങ്ങി ഫൈനലി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാനും വൈഫും 2 കുട്ടികളും കിടക്കുന്നതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ ഏകദേശം ഒരു 4.5 കൊല്ലമായിട്ട് ഇവിടെ സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് കരുതുന്നത്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് അഡ്ലേഡ് ഹിൽസിലേക്കാണ്. അഡ്ലേഡ് ഹിൽസിൽ വളരെയധികം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഇന്ന് ഗുംറക്ക എന്ന് പറഞ്ഞൊരു കൺട്രി ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഹോഴ്സ്, അതായത് റോക്കിംഗ് ഹോഴ്സിൻ്റെ ഒരു സ്റ്റാച്ചു അല്ലെങ്കിൽ ഒരു മോണുമെൻ്റ് ഉണ്ട്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോക്കിംഗ് ഹോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. അതുകൂടാതെ തന്നെ അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു ആനിമൽ പാർക്ക്, അതായത് ഇവിടുത്തെ നേറ്റീവ് ആനിമൽസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ടോയ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ടോയ് ഫാക്ടറിയിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല, പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന വുഡൻ ഐറ്റംസ് വിൽക്കാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ അതാണ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളിലെ കാഴ്ചകൾ ഇനിയും കാണിക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ടിക്കറ്റ് എടുക്കണം. ആളിന് $2 ടിക്കറ്റിന്. അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ ഈ മെയിൻ ബിൽഡിങ്ങിന് അടുത്ത് തന്നെ ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ ഈ കഫേയിൽ അത്യാവശ്യം സ്നാക്സും ഡ്രിങ്ക്സും എല്ലാം ഇവിടെ തന്നെ കിട്ടും. നിങ്ങൾ ഈ കിളിയൊക്കെ ഉണ്ടോ? ഇതിൻ്റെ പേരാണ് ഓസ്ട്രേലിയൻ വൈറ്റ് ഐബിസ്. ഇതാ പോണു. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്, അതായത് ഹൈറ്റ് ടു ടോപ്പ് ഓഫ് ദി ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18.3 മീറ്ററാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇവിടെ സൊവിനേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ടോയ്സ്, തടി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ചെറിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. പിള്ളേർക്കൊക്കെ പറ്റിയ ടോയ്സും സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് പിള്ളേർക്ക് ചെറിയ പോലീസ് ട്രക്കും ആംബുലൻസും പല പല സിമെൻറ്റ് ട്രക്ക് എല്ലാം തടി കൊണ്ടാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. എല്ലാം തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിലയുണ്ട്, അത്യാവശ്യം $20 $18 ഒക്കെയാണ് വില.
ഇവിടെ രണ്ടുപേര് ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ട്രഡീഷണൽ ബൂമറാങ് ആണ് ഇവിടെ. പക്ഷെ ഇത് ടോയ് ആണ്, ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ പല പല ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പ്ലഷ് ടോയ്സ് കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടി. എന്ത് രസമാണ് നോക്ക്. കാങ്കരൂസ്, കോവാലാസൊക്കെ ഉണ്ട്. അടിപൊളി. നമ്മൾ ഇവരുടെ ഈ ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ, അപ്പോൾ അതിനുള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്. ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്. $2 ഒരാൾക്ക് എൻട്രി. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇല്ല, ഫ്രീ ആണ്. ഇവിടെ ഹലോ, ഹൗ ഡൂയിങ്? അത് സംസാരിക്കുന്നുണ്ട്, ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. ഹലോ. ഇവിടെ ചെറിയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 2 സാധനം നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് അൽപാക്ക. നിൽക്കുന്നത് ഇത് സമ്മറായപ്പം ഇതിൻ്റെ ഇത് കൂടെയെല്ലാം ഷേവ് ചെയ്ത് കളയും, ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള കൂടെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അത് തിരിച്ച് വരുമ്പോൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ വേറെ 2-3 ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു മരത്തിന് മേലൊരു കൂടുണ്ട്. അപ്പോൾ അവിടെ പെലിക്കൻസ് ആണെന്ന് തോന്നുന്നത്, അല്ലേ? അല്ല, പെലിക്കൻസ് അല്ല, പിന്നെ അറിയില്ല എന്താ സംഭവം. വലിയ കൊക്കുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. ഇവിടെ കണ്ടു, ഇത് കണ്ടോ? എനിക്ക് കാശ് കൊടുത്ത് വന്ന് കാണണം താറാവിനെയൊക്കെ. നാട്ടിലൊക്കെ ചുമ്മാ കിടന്നു പോകുന്നു. ഇതെന്തോ ഈ കോഴിയൊക്കെ ഉണ്ടോ? എൻ്റെ കാലയിലൊക്കെ പൂ നിറയെ രോമമൊക്കെ ആയിട്ട് ഉണ്ടോ? ഇവിടെ നാട്ടിലുണ്ടോയെന്ന് അറിയത്തില്ല ഈ ഐറ്റം. ടർക്കി കോഴി എന്നാ വലുപ്പം ഇതിന്. ഫുഡ് ഉണ്ടപ്പോൾ തന്നെ എല്ലാം എണ്ണം വരുന്നുണ്ട്. കുലുക്കി കുലുക്കി കുലുക്കി. എൻ്റെ കയ്യിലൊന്നും ഇല്ലാണ്ട് അവിടോട്ട് അങ്ങോട്ടേയല്ലോ. ഇവിടെ ഒരു മയിലിനെ കണ്ടു. അടിപൊളി. ഓ, നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ അത്. നമ്മുടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഇതിൻ്റെ ഫെദർ ഇവിടെ കിടന്ന് കിട്ടുവാണെങ്കിൽ, മയിൽപ്പീലി കിട്ടുവാണെങ്കിൽ ഒരെണ്ണത്തിന് $4. ഇത് വിടർത്തിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെ വേറൊരു സാധനത്തിനെ കണ്ടു, എമ്യു. ഇവിടുത്തെ ഓസ്ട്രേലിയ ഒരു നേറ്റീവാണ്. ഒരു ഓസ്ട്രിച്ചിൻ്റെ അത്രയും സൈസില്ല. കണ്ടോ, ഈ സാധനം കൊത്തും.
ഇത് കൊത്തു. ഓ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു വേണമെങ്കിൽ. കാലിൻ്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ? കണ്ട് 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 ഒരു ചെറിയ തടാകം പോലെ ഒരു പോണ്ട് ഒക്കെ ഇവർക്ക് വെള്ളം കുടിക്കാനൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ 2-3 കണ്ടേന്. അപ്പുറം ഒരെണ്ണം കണ്ടായിരുന്നു. ഇവിടെ താഴോട്ടും ഉണ്ട്. ഇവിടെ താഴോട്ടും കാണുന്നുണ്ട് 2-3 എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. താറാവ്, ഒരുപാട് താറാവുണ്ട്. നമ്മൾ കാത്തിരുന്ന ആളെത്തിയിട്ടുണ്ട്. ജോയ്, ലിറ്റിൽ ജോയ് കാങ്കരു. ഫുഡ് ഉണ്ടോ നോക്കുവാണ്. സാധനം ചാടി ചൊഴിക്കും ഇത്. കൊടുത്തോളെ, അങ്ങനെ കൊടുത്തോ, കുഴപ്പമില്ല. ഇത് കേജല്ലേ, കുഴപ്പമില്ല. കൊടുത്തോ. അങ്ങനെ എറിയാതെ മോനെ, നീ ഇങ്ങനെ കയ്യിൽ കൊടുത്തു കാണിച്ചു, അത് എടുത്തോളും. അവന് എത്തുന്ന പോലെ കൊടുക്കടാ. അത് പോയി. ഇത് മേലോട്ട് വെച്ച് കൊടുക്കുക. അത് പിന്നെ കഴുകാം നമുക്ക്. വെളുത്ത കങ്കാരൂസ് ഒക്കെ ഉണ്ട് ഇനി ഇവിടെ. ഇവിടെ നമ്മുടെ പുറകിന് തന്നെ കേട്ടോ. നമ്മുടെ ചെമ്മരിയാട് കിടക്കുന്നേ. ഇവിടെ കുറെ കിടപ്പുണ്ട് ഈ കാങ്കരൂസ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ആയിട്ട് അവിടെ കിടപ്പുണ്ട് കണ്ടോ, റെസ്റ്റ് എടുക്കുക. അത് കണ്ടോ, മയിൽ നിൽക്കുന്നുണ്ട്. അടിപൊളി. ഇവിടെ ഒരു മയിലിൻ്റെ കുഞ്ഞുങ്ങൾ, അമ്മയും കുഞ്ഞുങ്ങളും. കണ്ടോ മമ്മിയെ കൊത്തുന്നുണ്ടോ? മമ്മി ഉറങ്ങുന്നേ കണ്ടോ? വൈകി കണ്ടോ? ഫ്രണ്ട്ലി കാങ്കരൂസ്. ഇതേ ഒരാള്. ഇങ്ങി വാ, കുറച്ച് എനിക്ക് തന്നേ. അങ്ങനെ ഇറങ്ങി കൊടുക്കാതെ ബൈക്കാ എടി. കൊടുക്കണ്ടേ മോനെ? ഇവിടെ ഒരാളെ നിൽക്കുന്നു. ഇതാ കഴിച്ചോ, കൊണ്ട് താഴെ. തലോടാനൊക്കെ സമ്മതിക്കുന്നുണ്ട് ഇത്. ബൈക്ക് അതാണ്ട് വൈകി ഇവിടെ പാറ്റ് ചെയ്യാം ഇതിനെ. ഇതിന് കൈ കൊടുത്തു, ഒന്നും പറ്റത്തില്ല, കുഴപ്പമില്ല. ഉണ്ട് അവിടെ അവിടെ. ഇതിന് കൊടുക്കുന്നത് അമ്മ കൈ കൊടുത്തു. കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കണ്ടോ? കൊടുക്കടാ, അത് ഫ്രണ്ട്ലിയാണ്. ഹി ലൈക്സ് ഇറ്റ്. മതിയോ?
No, he don't. ഇവിടെ ഒരാൾ കിടക്കുന്നു. കുഞ്ഞുങ്ങളുണ്ടോ ഞാൻ? എനിക്കറിയില്ല. Oh. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത് എടുക്കത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അൽപാക്കാസ്. അപ്പോൾ അവരെയും കൂടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഈ പാർക്കിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാം. നമുക്ക് എന്നിട്ട് മറ്റേ ആ റോക്കിംഗ് ഹോഴ്സിൻ്റെ മേളിലൊന്ന് ക്ലൈംബ് ചെയ്യണം. ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ പെറു എന്ന് പറഞ്ഞ രാജ്യത്തിൽ വളരെയധികം ഉള്ളൊരു ഐറ്റമാണ്. അൽപാക്കാസ് എന്നാണ്. ഒരു വെളുത്ത ഒരെണ്ണമുണ്ട് പുറയിൽ. കണ്ട ഈ സാധനം തൊഴിക്കും. അപ്പോൾ ഇതിന് അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ തിരിച്ചിവിടെ എത്തി. ഇനി ഇതിൽ കയറാം. ഓക്കെ. നമ്മളിപ്പോൾ റോക്കിംഗ് ഹോഴ്സിനകത്താണ് നിൽക്കുന്നത്. ഇനി മേളോട്ടുണ്ടല്ലേ? ആ കയറിക്കോ കയറിക്കോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ റോക്കിംഗ് ഹോഴ്സിൻ്റെ മേളിലെത്തി. അവിടെയായിരുന്നു നമ്മളകത്ത് കയറിയ ടോയ് ഫാക്ടറി ഒക്കെ ആയിട്ട്. ആ സൈഡിലായിട്ടാണ് മറ്റേ ആനിമൽസിനെ എല്ലാം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ കയറാൻ കേട്ടോ. ഇനി നമ്മളിവിടെ ടോപ്പിലെത്തി, 3ാമത്തെ നിലയിൽ. ബാ കയറി പോരെ കയറി പോരെ. നമുക്കിത് ക്ലൈംബ് ചെയ്തതിന് ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്നത്തെ ദിവസം ഇതാണ് ബിഗ്ഗസ്റ്റ് റൈഡിംഗ് ഹോഴ്സ് ഇൻ ദ വേൾഡ്. The biggest riding horse in the whole world. Vaibhu, how was the experience? Cool. എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് നോക്കിക്കേ. It was so big, and I didn't be afraid, but Amma was afraid. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് വിടാൻ പോവാണ്. To the next